മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിന്റെ അവസ്ഥ കണ്ട് മഹിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. അക്കാര്യം കണ്ണനെയും വന്ന് അറിയിക്കുന്നു. എന്തായാലും വായിൽ വെള്ളിക്കരണ്ടി വെച്ച് ജനിച്ചവളാണ്, കുറച്ച് അനുഭവിക്കട്ടെ എന്നും അവൻ കാരണം കൊണ്ടാണ് അവൾക്ക് ഈ അവസ്ഥ വന്നതെന്നും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്നൊക്കെ കണ്ണൻ പറയുകയും മഹിയെ സമാധാനപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ സമയം മഹിയോട് കണ്ണൻ പറയുന്നുണ്ട് സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാനായിട്ട്. ഉണ്ണിയുടെ അനാവശ്യ ഇടപെടലൊക്കെ തടയണമെന്നൊക്കെ കണ്ണൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും മഹിയും സ്റ്റാഫും ചേർന്ന് സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ സൈറ്റിലാവട്ടെ ഉണ്ണിയാണെങ്കിൽ പഴയ ആ അധികാരമൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും തൊഴിലാളികളെ ഭരിക്കാനായിട്ട് വരികയാണ്. അതെ, ഇവിടെ പണികളൊക്കെ നേരെ നടക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നില്ലേ, ചെയ്തില്ലെങ്കിലേ ഞാൻ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് വരും, അപ്പൊ എന്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. അങ്ങനെ അതൊന്നും അറിയാതെയാണ് മഹിയും ആ സ്റ്റാഫും അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഉണ്ണി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവിടുത്തെ തൊഴിലാളി പറയുന്നുണ്ട്. ഈ സമയം സാഗർ ആണെങ്കിൽ ഉണ്ണിയെ കണ്ട് പേടിച്ചു വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ മറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഉണ്ണിയെ കണ്ട് മഹിയാണെങ്കിൽ അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തി വിടുന്നുണ്ട്. ഇവിടെ വന്ന് വല്ലാതെ വിളച്ചിലെടുക്കാൻ നിൽക്കരുത്, ഇവൻ പറയുന്നത് ആരും തന്നെ മെയിൻ ചെയ്യരുത്, ഈ കമ്പനിയുടെ സൽപ്പേര് മുഴുവൻ കളഞ്ഞു കുടിച്ചവനാണ് നീ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നിന്നും ഇറങ്ങി പോണം, അല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ് മഹിയാണെങ്കിൽ ഉണ്ണിയെ അവിടെ നിന്നും ആട്ടുവിടുകയാണ് ചെയ്യുന്നത്. ആ ദേഷ്യത്തിൽ ഉണ്ണിയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണി ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. സാഗർ ചുമട്ട് തൊഴിലാളിയായിട്ട് ആ ഒരു വർക്ക് സൈറ്റിൽ ജോലി ചെയ്യുന്നത്. ഈ സാഗർ ആണെങ്കിൽ ഉണ്ണിയെ പേടിച്ച് മൂക്കുമൊക്കെ മൂടിക്കൊണ്ടാണ് ആ ഇഷ്ടികയും മറ്റുമൊക്കെ എടുത്ത് കടത്താനായിട്ട് നോക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഉണ്ണി അവന്റെ കണ്ണുകൾ നോക്കി അവനെ മനസ്സിലാക്കുകയും അതുപോലെ അടുത്തേക്ക് വന്നിട്ട് ഇതാ നീ നീ ആരാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയം സാഗർ ആണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നു. മുഖത്തെ ആ തുണിയൊന്ന് മാറ്റിക്കേ എന്ന് ഉണ്ണി പറയുമ്പോ എന്താ സാറേ, എന്താ കാര്യം, മാറ്റടാ. അങ്ങനെ സാഗർ ആണെങ്കിൽ മടിച്ചു നിൽക്കുമ്പോൾ വേഗം തന്നെ ഉണ്ണി ആ മുഖത്തെ തോർത്തെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ സമയം സാഗറിന്റെ മുഖം മൂടി അവിടെ പൊളിയുന്നു. അങ്ങനെ സാഗറാണ് ആ ജോലിക്ക് വന്നിരിക്കുന്നത് എന്നുള്ള സത്യം ഉണ്ണി മനസ്സിലാക്കുകയാണ്. എടാ, നീ എപ്പോഴാ ഇവിടേക്ക് കയറി പറ്റിയത്? ഓ, എന്റെ അഭാവത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ? വെറുതെ അല്ല അവര് സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്, നിന്നെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? സാറേ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ദേ, മിണ്ടി പോവരുത്. എന്റെ മേഘേട്ടനെ ചതിച്ച് എന്റെ അനിയത്തിയെയും കൂട്ടി നിന്റെ കൂടെ കൊണ്ടുവന്നിട്ടും നീ ഇപ്പോ ഈ കമ്പനിയിൽ നുഴഞ്ഞു കയറാൻ നോക്കുന്നു. ദേ, മര്യാദയ്ക്ക് ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ചോളണം, ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ വഴക്കുണ്ടാക്കുന്നു. എല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് ഒത്തുകൂടുന്നുണ്ട്. എന്തായാലും ഭയങ്കരമായിട്ട് ഉണ്ണി പ്രശ്നം ഉണ്ടാക്കുകയാണ്. സാഗറാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ പേടിച്ചു നിൽക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ അവിടെ ഉണ്ടല്ലോ, സാഗറിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ മഹിയാണെങ്കിൽ എല്ലാവരുടെയും വിസിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നം നടക്കുന്നിടത്തേക്ക് എത്തുകയാണ്. എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മഹിയും ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. തൊഴിലാളിയുടെ വേഷത്തിൽ സാഗർ ആണെങ്കിൽ ആ ഒരു സൈറ്റിൽ കടന്നുകൂടിയിരിക്കുന്നത്. നീ എന്താ ഇവിടെ എന്നിങ്ങനെ സാഗറിനോട് മഹി ചോദിക്കും. ഓ, നിങ്ങൾക്കൊന്നും അറിയില്ലേ എന്നിങ്ങനെ ഉണ്ണി കളിയാക്കി ചോദിക്കുകയാണ്. എന്താ ഉണ്ണി, എന്താ നീ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങളാണല്ലോ ഇവൻ ഇവിടേക്ക് ജോലിക്കായിട്ട് വിട്ടിട്ടുണ്ടാവുക, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇവനെ കാണണമായിരുന്നു, ഇപ്പോഴും ആ പഴയ ബന്ധമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് മഹാലക്ഷ്മിക്ക് ദേഷ്യം വരുന്നത് പോലെ ഉണ്ണിയാണെങ്കിൽ അവളെ കളിയാക്കുന്നു. ഡാ, നീ എന്ത് ഉദ്ദേശിച്ചു? ആ, നിങ്ങളും ദേ നിൽക്കുന്ന സാഗറും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് പണ്ടൊരു ഒരു കഥയുണ്ടായിരുന്നല്ലോ, അതാ ഉദ്ദേശിച്ചു. എന്തായാലും കൊള്ളാം, കണ്ണേട്ടന്റെ അഭാവത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ? വെറുതെയല്ല നിങ്ങള് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാനായിട്ട് ധൃതി കൂട്ടുന്നത്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ആവാലോ എന്നൊക്കെ പറഞ്ഞും മഹിയെ ചൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം മഹി പറയുന്നുണ്ട്, നീ എന്റെ അനിയനായതുകൊണ്ട് മാത്രം എന്റെ കൈ നിന്റെ കരണത്ത് പതിയുന്നില്ല, വല്ലാതെ സംസാരിക്കാൻ നിൽക്കരുത്. സാഗർ എന്തിനാ ഇവിടേക്ക് ജോലിക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് മഹിയാണെങ്കിൽ സാഗറിനോട് ദേഷ്യപ്പെടുന്നു. നീ കാരണം കൊണ്ടാണ് ആ മഞ്ജുവിനടക്കം ആ അവസ്ഥ വന്നത്. അവളുടെ അവസ്ഥയും ഞാൻ കണ്ടു. ടെക്സ്റ്റൈൽസിലേക്ക് അവളെ ജോലിക്ക് വിട്ടിട്ട് നിനക്ക് നാണല്ലടാ എന്നൊക്കെ ചോദിച്ച് മഹിയാണെങ്കിൽ സാഗറിനെ വഴക്ക് പറയുന്നു. ഓഹോ, അപ്പോ എന്റെ അനിയത്തിയെയും ജോലിക്ക് വിട്ടിട്ടാണല്ലേ നീ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കൊള്ളാം കൊള്ളാം. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ഇറങ്ങി പോകുകയാണ്. എന്തായാലും മഹിക്ക് മഞ്ജു പറഞ്ഞതിൽ ചെറിയൊരു ആത്മാർത്ഥതയൊക്കെ തോന്നുകയാണ്. കാരണം സാഗർ ഇപ്പൊ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ മഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ മഹി പറയുന്നുണ്ട്, തൽക്കാലം ഇവിടെ ജോലി ചെയ്തോ, ഇവിടെ എന്തെങ്കിലും ഉടായിപ്പ് ഒപ്പിക്കാൻ നിന്റെ പ്ലാനെങ്കിൽ അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും മഹി പോകുന്നുണ്ട്. എന്തായാലും ആകെ തകർന്നു പോവുകയാണ് സാഗർ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടതിൽ. പിന്നെ ഉണ്ണി നേരെ പോകുന്നത് മേഘനാഥന്റെ അടുത്തേക്കാണ്. എന്നിട്ട് വർക്ക് സൈറ്റിൽ വെച്ച് ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ മേഘനാഥനോട് പറയുന്നു. അവർ അധികാരം പൂർണ്ണമായിട്ടും കൈക്കലാക്കി
എന്നെ അവിടെ നിന്നും ആട്ടി വിടുന്നത് പോലെയാണ് എല്ലാവർക്കും മുന്നിൽ വെച്ചും അവരെന്നെ അപമാനിച്ചത്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല മേഘേട്ട. എന്നാലും അവർക്ക് എവിടെ നിന്നാ ഇത്രയും ധൈര്യം കിട്ടിയത്? ആ കണ്ണേട്ടനാണ് എല്ലാത്തിനും കാരണം. നമ്മളൊക്കെ ആ കമ്പനിയിൽ രാജാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മേഘനും ഉണ്ണിയും പരസ്പരം സംസാരിക്കുകയാണ്. അതൊന്നും അല്ല മേഘേട്ട, എനിക്ക് സഹിക്കാൻ കഴിയാത്തത് ആ സാഗറിനെ അവിടേക്ക് ജോലിക്ക് നിർത്തിയിരിക്കുന്നു. അറിഞ്ഞുകൊണ്ട് ഇവര് നമുക്ക് തരുന്ന പണിയാണ് ഇതൊക്കെ. അവനെ അവിടെ ജോലിക്ക് നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ചൊടിക്കും. അതുകൊണ്ട് മാത്രമാണ് അവരും കണ്ണേട്ടനും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും നന്നായി. പിന്നെ ആ മഞ്ജു ഉണ്ടല്ലോ, എൻ്റെ അനിയത്തി, മേഘേട്ടനെ തേച്ചിട്ട് പോയവൾ, അവളേതോ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യേണ്ടെന്നാ പറഞ്ഞത്. ആ ടെക്സ്റ്റൈൽസിൽ നിന്നും എത്രയും പെട്ടെന്ന് അവളെ പുറത്താക്കണം. എന്നിട്ട് അവൾക്ക് ജീവിക്കാൻ വകയില്ലാതെ മേഘേട്ടന്റെ കാൽക്കൽ തന്നെ വന്ന് വീഴണം, കരഞ്ഞു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അനിയത്തിയെ കുറിച്ച് ഉണ്ണിയാണെങ്കിൽ അത്രയ്ക്കും ക്രൂരമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ സമയം മേഘം പറയുന്നുണ്ട്, എല്ലാവരും എന്റെ കാലിൻ ചുവട്ടിലേക്ക് വരുവോടാ,